ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു നല്ലൊരു ഞായറാഴ്ച സ്നേഹത്തോടെ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഇന്ന് ഈശോ വളരെ സുന്ദരമായൊരു സുവിശേഷത്തിലൂടെയാണ് നമ്മൾ കടത്തിക്കൊണ്ടുപോകുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ക്രിസ്തുവിന് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു. ഇതിനെക്കുറിച്ച് ഒരു സുന്ദരമായൊരു നോവലിൽ ജീസസ് ഇൻ ബ്ലൂ ജീൻസിൽ വളരെ ശക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തു അവിടെ ഇരുന്ന് പാപവും പുണ്യവും എന്നെഴുതുകയായിരുന്നില്ല, പാപി എന്നെഴുതി, പുണ്യവാൻ എന്നെഴുതി, പിന്നെ അതിനു ചുറ്റും ഒരു വട്ടം വരച്ചു. അത് കാരുണ്യത്തിൻ്റെ വട്ടമായിരുന്നു. ആ സ്നേഹത്തോടെ വട്ടം വരച്ച ക്രിസ്തു നേടിയെടുത്തത് ഈ പാപിനിയായ സ്ത്രീയെയാണ്. സഭാപിതാവിൻ്റെ സുന്ദരമായൊരു വാക്യമുണ്ടല്ലോ, മിസരിക്കോർദിയ എത്ത് മീസര, കരുണയും കരുണാർഹയും കണ്ടുമുട്ടിയ ഇടമാണ് ഈ ഒരു സുവിശേഷ ഭാഗം. കരുണയാകുന്ന ക്രിസ്തു കരുണയർഹിക്കുന്ന ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കണ്ടുമുട്ടിയ ഇടം, സ്വന്തമാക്കിയ ഇടം. ഇനി അവൾ കരുണയുടെ മൂർത്തിഭാവമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതാണ്. പാപപുണ്യങ്ങളെ വേർതിരിക്കലല്ല, പാപപുണ്യങ്ങൾക്ക് ചുറ്റും കാരുണ്യത്തിൻ്റെ വട്ടം വരയ്ക്കാനാണ് ഒരു ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടത്. അതിനേക്കാളും സുന്ദരമായി ഈ കരുണയും കരുണാർഹയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു കരുണയുടെ ഒരു സംഗമം നടക്കുകയും അതിലൂടെ കരുണ പ്രവഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ വിധികളില്ലാതെ കാരുണ്യമായി മാറാൻ ഒരു അനുഗ്രഹം ദൈവം നൽകട്ടെ. ഈശോ തരുന്ന ഈ മലയിലെ പ്രസംഗങ്ങളിൽ ഈശോ പറയുന്ന വലിയൊരു സന്ദേശമില്ലേ, കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വേറൊന്നും ക്രിസ്തുവിന് തരാനില്ല. മറ്റു പലർക്കും പലതും കൊടുക്കാനുള്ളപ്പോൾ കരുണയ്ക്ക് പകരം ക്രിസ്തുവിൻ്റെ കയ്യിൽ കരുണ മാത്രമേ ഉള്ളൂ. അത്രമേൽ വിലമതിക്കുന്നുണ്ടവൻ. ആ ബോധ്യത്തോടെ കരുണയാകാൻ, കരുണയുടെ ഉറവിടങ്ങളാകാൻ, നമ്മുടെ കണ്ടുമുട്ടലുകൾ കരുണയുടെ കണ്ടുമുട്ടലുകളാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം ദൈവവചനം, ഹൃത്തിലലിയും സ്നേഹവചനം. വചനം സത്യവചനം, രക്ഷ പകരും പുണ്യവചനം. വചനം